വർക്ക് ചെയ്യുന്നത്. സോ ഇനിയിപ്പോ പെൻഡിങ് ഓർഡർ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്താ എക്സ്പെക്ട് ചെയ്യേണ്ടത്? മാർക്കറ്റ് ഇവിടെ ഇപ്പൊ മാർക്കറ്റ് ഇവിടെ ആണല്ലോ ഫോം ആയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ നിൽക്കുന്ന മാർക്കറ്റ് ഈ ഒരു ഏരിയയിൽ, ഇവിടെ ഏതെങ്കിലും ഒരു ഏരിയയിൽ വന്നിട്ട് വേണം മേലോട്ട് പോവാൻ. നിങ്ങളെ മാർക്കറ്റ്, നിങ്ങളെ അനലൈസ് അങ്ങനെയാണ്. അതായത് മാർക്കറ്റ് ഇവിടുന്ന് നേരെ പോകില്ല, ഇവിടെ കുറച്ചുകൂടി താഴോട്ട് വന്നിട്ടാണ് മേലേക്ക് പോകാനുള്ള സാധ്യത ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പെൻഡിങ് ഓർഡർ ഓൾറെഡി പെൻഡിങ്ങിൽ ഇട്ട് വെക്കാം ഓർഡർ. അതായത് ഇവിടെ വരുമ്പോൾ ആ ഒരു പെൻഡിങ് ഓട്ടോമാറ്റിക് ട്രിഗർ ആവും. ഓക്കെ, നിങ്ങളുടെ മാർക്കറ്റ് നിങ്ങൾ ഓൾറെഡി മാർക്കറ്റിൽ ഓട്ടോമാറ്റിക് ആയിട്ട് എൻ്റർ ആവും. സോ അതിനുള്ള നിങ്ങൾക്ക് നിങ്ങളുടെ സ്റ്റോപ്പ് ലോസ് എത്ര വെക്കേണ്ടതിനനുസരിച്ച് $50 $100 അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഏരിയയിലാണ് വെക്കേണ്ടത് എന്നൊക്കെ ഉള്ളത് നിങ്ങൾക്ക് ഇവിടെ കാൽക്കുലേറ്റ് ചെയ്യാം. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, മാർക്കറ്റ് ഇവിടെ വരെ പോകുന്നതാണ് നിങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ഇതിങ്ങനെ വെച്ചു കൊടുക്കാം. സോ ഇങ്ങനെ വെച്ചാൽ വൺസ് മാർക്കറ്റ് ഇവിടെ എത്തി ഇതിൽ ടാപ്പ് ആകുമ്പോൾ മാത്രമേ നിങ്ങൾ ഓട്ടോമാറ്റിക് നിങ്ങൾക്ക് മാർക്കറ്റിൽ കയറുള്ളൂ. ഇല്ലെങ്കിൽ നിങ്ങളിപ്പോ ഈ മാർക്കറ്റ് നിങ്ങളിപ്പോ എക്സ്പെക്ട് ചെയ്യേണ്ട ഇതാണല്ലോ, ഇവിടെ വന്നിട്ട് ഇങ്ങനെ പോകുന്നതാണല്ലോ. സപ്പോസ് മാർക്കറ്റ് ഇവിടുന്ന് നേരെ ഇങ്ങനെ പോകുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഓൾറെഡി ട്രേഡ് ചെയ്തിട്ടില്ല, നിങ്ങൾ ട്രേഡിൽ എൻ്റർ ആയിട്ടില്ല. സോ മാർക്കറ്റ് എപ്പോഴാണോ ഇവിടെ എത്തി ഈ ഒരു ബോക്സിന്റെ ഈ ഒരു ഗ്രീനിലെ ഈ ഒരു ഏരിയയിൽ ടാപ്പ് ആവുന്നത്, ഇതായിരിക്കും നിങ്ങൾ എൻട്രി ട്രിഗർ ആവുന്നത്. നിങ്ങൾ എൻ്റർ ആവുന്ന ആ ഒരു ഓട്ടോമാറ്റിക് എൻ്റർ ആവുന്ന ഏരിയ. ഓക്കെ, സപ്പോസ് ഇനിയിപ്പോ മാർക്കറ്റ് എന്ത് ചെയ്തു, ഇവിടെ നിങ്ങൾ എൻ്റർ ആയി ഇങ്ങനെ മേലോട്ട് പോകാതെ നേരെ ഇവിടെ എൻ്റർ ആയി നേരെ താഴോട്ട് ഇങ്ങനെ പോകണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇപ്പൊ $50 ആണ് റിസ്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ $50 നിങ്ങൾ പോകും. ഇവിടുന്ന് മാർക്കറ്റ് ഇവിടെ വന്നിട്ട് നേരെ ഇവിടെ പോകണമെന്നുണ്ടെങ്കിൽ എത്ര കിട്ടും നിങ്ങൾക്ക്? ഈ ഒരു റിസ്ക് റിവാർഡ് നോക്കിയാൽ മനസ്സിലാവും. ഓക്കെ, അത് ഇവിടെ 3 ആണ് വെക്കുന്നത്, റിസ്ക് റിവാർഡ് റേഷ്യോ 3 ആണ് വെക്കുന്നുണ്ടെങ്കിൽ ഇവിടെ $50 ആണെങ്കിൽ $150 ഇങ്ങനെ കിട്ടും. അപ്പോൾ ഇതാണ് മാർക്കറ്റ് ഓർഡറും പെൻഡിങ് ഓർഡറും.